നമ്മൾ ഹിന്ദുക്കളാണ് സ്വയം അവസാനിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ. യഥാർത്ഥത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സ്വയം അവസാനിപ്പിച്ച ഒരു മുസ്ലിമിനെ കാണിച്ചു തരാം. സീറ്റ് നഷ്ടപ്പെട്ടു എന്നോ രാഷ്ട്രീയ പാർട്ടി തിരസ്കരിച്ചു എന്ന് പറഞ്ഞ് സ്വയം ഇല്ലാതാക്കിയ എത്ര മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളെ കാണാം? വളരെ കുറവ്. ഇത് ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല, ഇത് കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകളാണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ സാക്ഷാൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കൊടുത്ത് പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക കണക്കുകളാണ്. ഇതിൽ കേരള ഗവൺമെന്റിന്റെ യുവജന കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു 80% അങ്ങനെ സ്വയം അവസാനിപ്പിക്കുന്നത് ഹിന്ദുക്കളാണ്. 9.9 മുസ്ലിങ്ങളും 10% ക്രിസ്ത്യാനികളും. യഥാർത്ഥത്തിൽ ഈ വിട്ടുപോയവർക്കെല്ലാം പ്രണാമം. അതായത് യഥാർത്ഥത്തിൽ ശ്രീ തിരുമല അല്ലും ശ്രീ ശാലിനിയും ശ്രീ ആനന്ദും ഇത് ശ്രീ ജിജേഷും ഇത് ശ്രീ വിജയൻ, ഇവർ കോൺഗ്രസ്സുകാരാണ്. ഇങ്ങനെ സ്വയം ഇല്ലാതാകുന്നതിൽ 80% നമ്മൾ ഹിന്ദുക്കളാണ്. ഇത് തന്നെയാണ് ഡോക്ടർ സിബി മാത്യൂസ് എന്ന DGP ആയ മനുഷ്യൻ, ക്രിസ്ത്യാനിയായ മനുഷ്യൻ, കേരളത്തിന്റെ ഇൻഫർമേഷൻ കമ്മീഷണറായിരുന്ന മനുഷ്യൻ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് പഠനത്തിന് അദ്ദേഹം സമർപ്പിച്ച ഗവേഷണ പ്രബന്ധം DC ബുക്സ് ഒരു പുസ്തകമായി പുറത്തിറക്കിയിട്ടുണ്ട്. മലയാളി ഇങ്ങനെ മരിക്കണമോ? അതിനും ചൂണ്ടിക്കാണിക്കുന്നത് ഹിന്ദുക്കളാണ് സ്വയം അവസാനിപ്പിക്കുന്നത്. ഈ തിരിച്ചറിവ് നമുക്ക് എങ്ങനെ ഉണ്ടാകും? കാണുന്ന മുസ്ലിമിനെയും ക്രിസ്ത്യാനികൾക്കും വർഗീയത പറയുന്നതിനപ്പുറം, വാവരല്ല വാപുരനാണെന്ന് കള്ളം പറയുന്നതിനപ്പുറം നമ്മുടെ ഏതെങ്കിലും സോക്കോൾഡ് കാവിധാരിയായ സന്യാസി ഇത്തരം വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? RSSോ BJPയോ എപ്പോഴെങ്കിലും ഈ വിഷയം നിങ്ങൾ അഡ്രസ് ചെയ്ത് കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ വർഗീയത പറയുകയല്ല, നമ്മുടെ സമുദായത്തെ നന്നാക്കുകയാണ്. ഇനി സമാജം എന്നാണ് RSS വിളിക്കുന്നത്. സമാജത്തെ നന്നാക്കുകയാണ്, സമുദായത്തെയും സമൂഹത്തെയും നന്നാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവരെല്ലാം സ്വയം ഇല്ലാതാകാൻ കാരണം അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല. അങ്ങനെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. പകരം ഇതൊരു സാമുദായിക ആത്മീയ പ്രശ്നമാണ്. അതായത് നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരു ആത്മീയ പഠനം കിട്ടുന്നുണ്ട്. 18 വയസ്സാകുമ്പോഴേക്കും ഒരു ക്രിസ്ത്യൻ സഹോദരന്റെ കുട്ടി, ഒരു മുസ്ലിം സഹോദരന്റെ കുട്ടി 1000 മണിക്കൂറോളം ആത്മീയ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു. നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക് നമുക്ക് പരമാവധി ലഭിക്കുന്നത് 50ഓ 100ഓ മണിക്കൂർ മാത്രമാണ്. ജീവിതത്തിന്റെ അടിസ്ഥാനം, ദർശനം, ജീവിത ബോധ്യങ്ങൾ, ബന്ധങ്ങളുടെ അടിസ്ഥാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹിന്ദുക്കൾക്ക് നഷ്ടമാകുന്നു എന്നുള്ളതാണ് സത്യം. ഇനി നിങ്ങൾക്ക് ഹിന്ദുക്കളെന്ന് വിളിക്കാൻ മടിയുണ്ടെങ്കിൽ, കേരളീയരുടെ ഇടയിൽ ആത്മഹത്യ കൂടുന്നു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ, മദ്യപാനം, കുടുംബഛിദ്രം, സമൂഹ തകർച്ചകൾ, ഇതെല്ലാം നമ്മൾ ഹിന്ദുക്കളിലാണ് ഉണ്ടാകുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. ഇവർ കോൺഗ്രസിന്റെയോ ഇവർ BJPയുടെയോ മാത്രമല്ല, ഇവരെല്ലാം ഹിന്ദുക്കളാണ്. ഇവർ സ്വയം അവസാനിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, ആത്മീയ ബോധ്യമെന്നോ ആത്മീയ ബുദ്ധിയെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, ജീവിതോന്മുഖമായ ഒരു കാര്യം നമ്മൾ ഹിന്ദുക്കൾക്ക് കിട്ടുന്നില്ല. പരിശുദ്ധ ഖുറാനും വിശുദ്ധ ബൈബിളും പഠിക്കുന്നത് പോലെ നമ്മൾ ഹിന്ദുക്കൾക്ക് യാതൊരു ഭഗവത്ഗീതയോ രാമായണമോ വേദങ്ങളോ ശ്രീനാരായണ ദർശനമോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ഈ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം. അതായത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ ഞായറാഴ്ചകളിൽ അവരുടെ പള്ളിയിൽ ഒത്തുകൂടി ഒരു ഒരുമ നൽകുന്നത് പോലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ വെള്ളിയാഴ്ച അവരുടെ പള്ളികളിൽ ഒത്തുകൂടി ഒരുമയോടുകൂടി മുമ്പോട്ട് പോകുന്നത് പോലെ നമ്മുടെ ഹിന്ദുക്കൾക്ക് പോകാൻ കഴിയുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഈ പ്രശ്നത്തിന്റെ പ്രതിഫലനങ്ങളും അനുരണനങ്ങളുമാണ് ഒരുപക്ഷെ തിരുമല അല്ലിലും ശാലിനിയിലും അജീഷിലും MN വിജയനിലും ആനന്ദിലും ഒക്കെ കാണുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ സീറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇല്ലാതാകാൻ പോവാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് പ്രശ്നം. ഞാൻ ഈ കാണിച്ച റിപ്പോർട്ട് എൻ്റെ കയ്യിലുള്ള റിപ്പോർട്ടല്ല. ഞാൻ ഈ കാണിച്ച റിപ്പോർട്ട് സാക്ഷാൽ കേരള സംസ്ഥാന സർക്കാർ, നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഷാജർ എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിൽ ജനിച്ച യുവജന കമ്മീഷന്റെ പ്രഗത്ഭനായ അധ്യക്ഷൻ കൊടുത്ത റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഹൈന്ദവ സമൂഹത്തിന്റെ പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പ്രശ്നത്തെ അറിഞ്ഞ് പരിഹരിക്കാൻ നമുക്ക് കഴിയണം. മുസ്ലിങ്ങളുടെ മേലിൽ കുതിര കയറുകയല്ല, ക്രിസ്ത്യാനികളുടെ മേലിൽ കുതിര കയറുകയല്ല. ഹിന്ദുക്കളുടെ ഇത്തരം കാര്യങ്ങൾ ശരിയാക്കാനും നന്നാക്കാനും ഹിന്ദു സമുദായ നേതാക്കൾക്ക് സമയവും താല്പര്യവും മനസ്സും അറിവും ബുദ്ധിയും ബോധവും വേണം. തൽക്കാലം അതില്ല. അതുകൊണ്ടാണ് ഹലാൽ ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുമ്മൽ ജിഹാദ് തുടങ്ങിയ ഉഡായിപ്പ് സാധനങ്ങളിലേക്ക് പോയിട്ട് മുസ്ലിം വിരോധം ഉണ്ടാക്കി വളഞ്ഞ വഴിയിലൂടെ ഹിന്ദുക്കളെ പേടിപ്പിച്ച് ഒന്നിപ്പിക്കാനും അതിന്റെ നേതാവാകാനും നോക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിലുള്ള ഹിന്ദുക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് സ്വയം ഇല്ലാതാകൽ, ഏറ്റവും കൂടുതൽ മദ്യപാനം, 83.7% മദ്യപാനത്തിന്റെ അടക്കം പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലാണ്. കുടുംബഛിദ്രം, പ്രായമായ പ്രശ്നങ്ങൾ, നടതള്ളുക. ഒരിക്കലെങ്കിലും ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും അവരുടെ അപ്പച്ചിയും അമ്മച്ചനെയും അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും പള്ളി തള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ നട തള്ളുന്ന ആരുടെ? നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലാണ്.
നമ്മൾ ഹിന്ദുക്കളുടെ പ്രശ്നമാണ്, നമ്മളൊരു സാമൂഹിക തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാലേ നമ്മൾ നന്നാവൂ. വർഗീയതയല്ല, നമ്മുടെ സമൂഹവും സമുദായവും നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ഡേറ്റ വെച്ചുള്ള പ്രശ്നങ്ങളാണ്, അതും ഗവൺമെന്റ് ഡേറ്റ വെച്ചുള്ള പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് അഡ്രസ് ചെയ്യാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളും കൂടെ എന്നെ പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.